നീ ആ പയ്യനെ കാണാൻ പോയതായിരുന്നോ ശിവ? വെല്ലിച്ചൻ്റെ സ്വരത്തിൽ പരിഹാസമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തറവാട്ടിൽ നിന്നും പുറത്താക്കിയ ഒരാളുടെ പേരക്കുട്ടിയെ തേടി നീ എന്തിനാ പോകുന്നത്? അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു. അതും രാഘവൻ ചെറിയച്ചൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുമില്ല. ഇനി അവരുമായിട്ടൊരു ബന്ധം വേണോ? വെല്ലിച്ചൻ ചോദിച്ചു. അന്ന് നടന്നത് എന്തുമാകട്ടെ ബാലേട്ട, ഈ ദേവൻ നമ്മുടെ രക്തമല്ലേ. ആ ബന്ധം നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല, അച്ഛൻ പറഞ്ഞു. രക്തമോ? എന്ത് രക്തം? ഈ തറവാടിൻ്റെ ആചാരങ്ങളെയും അന്തസ്സിനെയും ധിക്കരിച്ചു പോയ ഒരാളുടെ രക്തം നമുക്ക് വേണ്ട. അച്ചുവിനെ അവൻ വശീകരിച്ചത് വെറുതെയല്ല, ഈ സ്വത്തുക്കളും തറവാടും കണ്ടിട്ടാണ്, വെല്ലിച്ചൻ പറഞ്ഞു. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന മീരയ്ക്ക് ഇതെല്ലാം കേട്ട് സഹിക്കാനായില്ല. വെല്ലിച്ച, ദേവേട്ടനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. ഈ തറവാട്ടിലെ ഒരു സെന്റ് മണ്ണ് പോലും ദേവേട്ടന് വേണ്ട. ദേവേട്ടന് വേണ്ടതൊക്കെ ദേവേട്ടൻ്റെ തറവാട്ടിലുണ്ട്. ദേവേട്ടൻ വന്നത് മുത്തശ്ശനെ ഒന്ന് കാണാനാണ്, മീര പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ ഉമ്മറത്തേക്ക് വന്നു. മുത്തശ്ശൻ്റെ കൈകൾ അല്പം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബാല, വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അനിയൻ രാഘവനെ ഇറക്കിവിട്ടത് അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്നതുകൊണ്ടായിരുന്നു, ഈ തറവാടിൻ്റെ മഹിമ നിലനിർത്താൻ. പക്ഷേ ഈ കണ്ട വർഷമൊക്കെ ഞാൻ അനുഭവിച്ച വേദന നിനക്കറിയില്ല. ഓരോ രാത്രിയും അവൻ ഈ പടിപ്പുര കടന്നു വരുമെന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഇന്ന് അവൻ ഈ ലോകത്തിലില്ല. പക്ഷേ അവൻ്റെ കൊച്ചുമകൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കവനെ തള്ളിപ്പറയാൻ കഴിയില്ല, പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവളുടെ അച്ഛനെയൊന്ന് നോക്കി. ശിവ, നീ അവനെ ചെന്ന് കണ്ടല്ലോ, നന്നായി. അവനോട് ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറയണം. ഊണ് ഇവിടുന്ന് കഴിക്കാം. ഒരു അതിഥിയായല്ല, ഈ കുടുംബത്തിലെ ഒരാളായി. അവനെ ഞാൻ എൻ്റെ കൈപിടിച്ച് ഈ തറവാട്ടിലേക്ക് കയറ്റും. മുത്തശ്ശൻ പറഞ്ഞതു കേട്ട് വല്യച്ഛൻ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. മുത്തശ്ശൻ്റെ ഈ തീരുമാനത്തെ എതിർക്കാൻ അയാൾക്ക് ധൈര്യമില്ലായിരുന്നു. അയാൾക്കെന്നല്ല, ആർക്കും. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കനൽ കെട്ടിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛാ, അവൻ ഉച്ചയ്ക്ക് വരും. അച്ഛൻ പറഞ്ഞതു കേട്ട് മീരയ്ക്ക് ഒത്തിരി സന്തോഷമായി. അവളുടെ മുഖം തെളിഞ്ഞു. ആ, അത് നന്നായി, പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ചാരുകസേരയിലേക്കിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്തുകൊണ്ട് വല്യച്ഛൻ മുത്തശ്ശന് നേരെ തിരിഞ്ഞു. അല്ല അച്ഛാ, ഈ ദേവൻ ചെറിയച്ഛൻ്റെ മോൻ്റെ മോനാണെങ്കിൽ മീരയുമായുള്ള വിവാഹം എങ്ങനെ നടക്കും? അവർ സഹോദരങ്ങൾ ആയിരിക്കില്ലേ? വല്യച്ഛൻ ചോദിച്ചത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. അങ്ങനെയൊരു കാര്യം അവരാരും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ മീരയുടെയും മുത്തശ്ശൻ്റെയും മുഖത്ത് പ്രത്യേകിച്ച് യാതൊരു ഭാവമാറ്റവുമില്ല. ഇന്നലെ എങ്ങാനുമാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവൾ പേടിച്ചു പോയേനെ. എന്നാൽ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ അവളെ വീണ്ടും വിളിച്ചിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ അവൾക്കുള്ളിൽ ഇപ്പോൾ ഒരു കുളിർമഴ പോലെ പെയ്തുകൊണ്ടിരുന്നു. എൻ്റെ അച്ഛ, ഞാൻ ചോദിച്ചത് ശരിയല്ലേ? ഇവരെങ്ങനെ കല്യാണം കഴിക്കും? വല്യച്ഛൻ വീണ്ടും ചോദിച്ചു. അതുകേട്ട് മുത്തശ്ശനൊന്ന് ചിരിച്ചു. അത് കണ്ട് എല്ലാവരുടെയും മുഖത്ത് കൗതുകമാണ്. അവർക്ക് തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല ബാല. കാരണം അവനും അവളും തമ്മിൽ യാതൊരു രക്തബന്ധവുമില്ല. അവൻ ശങ്കറിൻ്റെ ചോരയല്ല. കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാതിരുന്നപ്പോൾ അവർ ദത്തെടുത്തതാണ് ദേവനെ. അന്നു മുതൽ അവൻ അവരുടെ കുട്ടിയാണ്. എൻ്റെ രാഘവൻ്റെ പേരക്കുട്ടിയാണ്. സ്വന്തം മോനായി തന്നെയേ അവരവനെ കണ്ടിട്ടുള്ളൂ. എല്ലാവരേക്കാളും ഒരു പടി കൂടുതൽ അവരവനെ സ്നേഹിച്ചിട്ടുണ്ടാകണം. ആ സ്നേഹം കണ്ടതുകൊണ്ടാകണം അവർക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തത്. അവനൊരു അനാഥനാണെന്ന് ഒരു നോട്ടം കൊണ്ട് പോലും അവനെ ആരും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ അവരുടെ മോനാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ അവനിത് എന്നോട് തുറന്നു പറഞ്ഞിരുന്നു. രക്തബന്ധത്തേക്കാൾ ഒരു പടി മേലെയാണ് ആത്മബന്ധം എന്ന് കേട്ടിട്ടില്ലേ? എൻ്റെ രാഘവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവനോടായിരുന്നു. ആ കുടുംബത്തിലെ ആദ്യ കുട്ടി. പരസ്പരം സ്നേഹിച്ചവരാണ് ദേവനും അച്ചുവും. രക്തബന്ധം ഇല്ലാത്തവർ. അവരെ ഇനി വേറൊരു ബന്ധത്തിൻ്റെയും പേര് പറഞ്ഞ് അടർത്തി മാറ്റേണ്ടതില്ല എന്നാ എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ തീരുമാനം. പിന്നെ ഈ ഒരു കണ്ണുകൊണ്ട് അവനെ ആരും കാണരുത്. ആ കുടുംബത്തിലേത് അല്ല അവനെന്ന് ചിന്തിക്കാൻ അവനോ അവൻ്റെ വീട്ടുകാർക്കോ പറ്റില്ല. മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞതും പിന്നീട് ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. തലേന്ന് രാത്രി മീര ഉറങ്ങാൻ കിടന്ന ശേഷം ദേവൻ വീണ്ടും അവളെ ഫോണിൽ വിളിച്ചു. അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവൾ ഒന്നും മിണ്ടുന്നില്ലെന്ന്
കരയുന്നത് കണ്ട് അവൻ അവളോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതിനവൾ ദേഷ്യമില്ല, എങ്കിലും എന്നോടെന്താ ഇത് ആദ്യമേ പറയാതിരുന്നത് എന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞ മറുപടിയാണ് അവളെ ഞെട്ടിച്ചത്. എനിക്ക് 6 മാസം ഉള്ളപ്പോഴാണ് ഇവരെന്നെ സ്വന്തമാക്കിയത്. അന്നു തൊട്ട് ഞാൻ ഇവരുടെ കുഞ്ഞാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്നത് ഇവരെയാണ്, എൻ്റെ അമ്മയും അച്ഛനും. അച്ഛനും അമ്മയും മാത്രമല്ല, എല്ലാവരും എന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാവർക്കും എന്നെ അത്രയേറെ ഇഷ്ടമായിരുന്നു. എൻ്റെ 16ാമത്തെ വയസ്സിലാണ് ഞാൻ അറിയുന്നത് ഞാൻ അവരുടെ രക്തമല്ലെന്ന്. അതും അവർ പറഞ്ഞിട്ടല്ല. എന്നെ ദത്തെടുത്ത ഓർഫനേജിലെ സിസ്റ്റർ ഒരു പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടതാണ്. ഞാനെല്ലാം കേട്ടെന്ന് അവരറിഞ്ഞു. അന്ന് എൻ്റെ അമ്മ ഒത്തിരി കരഞ്ഞു. നീ ഞങ്ങളുടെ മകൻ തന്നെയാണെന്ന് പറഞ്ഞ് അച്ഛനും, നീയാണെൻ്റെ ആദ്യത്തെ പേരക്കുട്ടി എന്നും പറഞ്ഞ് മുത്തശ്ശനും. സങ്കടം തോന്നിയോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും ഒത്തിരി സന്തോഷമാണ് തോന്നിയത്. ആർക്കും വേണ്ടാതെ ഒരു അഡ്രസ്സ് പോലുമില്ലാതെ ആവുമായിരുന്ന എനിക്ക് അവരെന്തെല്ലാം തന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിലും അർഹിക്കുന്നതിലും അപ്പുറം. ഇത്രയധികം സ്നേഹിക്കാൻ എൻ്റെ ചുറ്റും ഇത്രയും പേരുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു അനാഥനാകുന്നത്? മനഃപൂർവ്വം അതെല്ലാം മറവിയിലേക്ക് വിട്ടുകൊടുത്തു. പക്ഷേ ഇപ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നീയും ഞാനും സഹോദരങ്ങളാണെന്ന് പറഞ്ഞേക്കും. അങ്ങനെയെങ്ങാനും ആയിരുന്നെങ്കിൽ. വേണ്ട, അങ്ങനെയൊന്ന് വേണ്ട, അങ്ങനെയൊന്ന് ഇല്ല. അവൻ പറഞ്ഞപ്പോഴാണ് മീരയും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചത്. അങ്ങനെയെങ്ങാനും ആയിരുന്നെങ്കിൽ. ദേവനില്ലാത്തൊരു ജീവിതം അവൾക്ക് ഓർക്കാൻ പോലും വയ്യ. ഉച്ചയ്ക്കത്തെ ഊണിനുള്ള ഒരുക്കങ്ങൾ അമ്മയും വല്യമ്മയും ചെറിയമ്മയും ചേർന്ന് നടത്തിക്കൊണ്ടിരുന്നു. അവളുടെ അമ്മയുടെ മുഖത്ത് ഇപ്പോൾ നിറഞ്ഞൊരു പുഞ്ചിരിയുണ്ട്. തൻ്റെ മകൾ സ്നേഹിക്കുന്നത് കുടുംബത്തിലെ തന്നെ ഒരാളെയാണെന്ന തിരിച്ചറിവ് അവരെ ഒരുപാട് ആശ്വസിപ്പിച്ചു. ദേവേട്ട, ഉച്ചയ്ക്ക് നേരത്തെ വരണേ. മീര തൻ്റെ മുറിയിൽ പോയി ദേവന് മെസ്സേജ് അയച്ചു. വരാലോ, വന്നിട്ട് വേണം നിന്നെ ഒന്ന് ശരിക്ക് കാണാൻ. മര്യാദയ്ക്കൊന്ന് കണ്ടിട്ട് തന്നെ എത്രയായി. അവൻ്റെ റിപ്ലൈ കണ്ടതും അവളുടെ മുഖത്തൊരു നാണം നിറഞ്ഞു. സമയം ഉച്ചയായി. എല്ലാവരും ദേവനെയും കാത്തിരിക്കുകയായിരുന്നു. വല്യച്ഛൻ മാത്രം അകത്തെ മുറിയിൽ വാതിലടച്ച് ഇരുന്നു. തൻ്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കാനാവുമായിരുന്നില്ല. മുറ്റത്തേക്ക് ദേവൻ്റെ ബൈക്ക് കടന്നു വരുന്നത് കണ്ടതും അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഉമ്മറത്തേക്ക് ഓരോ ചുവട് വെക്കുമ്പോഴും അവൻ ആ മണ്ണിലെ സ്പന്ദനങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെയല്ലല്ലോ ഈ പ്രാവശ്യം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക സുഖമുണ്ട്. തൻ്റെ മുത്തശ്ശൻ വർഷങ്ങൾക്ക് മുൻപ് കണ്ണീരോടെ വിട്ടുപോയ അതേ വഴി. ഉമ്മറത്ത് മുത്തശ്ശൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. വല്യച്ഛനൊഴികെ മറ്റെല്ലാവരും, വല്യമ്മയടക്കം, ഒരു ആകാംക്ഷയോടെ അവനെ നോക്കി. ദേവൻ ഉമ്മറത്തെ പടികൾ കയറി. ആദ്യം അവൻ ചെയ്തത് മുത്തശ്ശൻ്റെ കാല് തൊട്ട് നമസ്കരിക്കുകയായിരുന്നു. മുത്തശ്ശൻ തൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൻ്റെ തലയിൽ തൊട്ടു. എഴുന്നേൽക്ക് മോനെ. മുത്തശ്ശൻ്റെ ശബ്ദം വിറച്ചു. നിന്റെ മുത്തശ്ശൻ വരണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി. എങ്കിലും ഇപ്പോഴെങ്കിലും അവൻ്റെ പേരക്കുട്ടിയെങ്കിലും വന്നല്ലോ, മുത്തശ്ശൻ പറഞ്ഞു. ദേവൻ എഴുന്നേറ്റ് മുത്തശ്ശൻ്റെ കൈകളിൽ പിടിച്ചു. മുത്തശ്ശൻ എപ്പോഴും പറയുമായിരുന്നു ഈ വീട് സ്നേഹത്തിൻ്റെ കാവലാണെന്ന്. ഇവിടേക്ക് തിരിച്ചു വരണമെന്ന് മുത്തശ്ശൻ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മുത്തശ്ശൻ്റെ ആത്മാവ് അത്രയേറെ സന്തോഷിക്കുന്നുണ്ടാകും. ദേവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതി മുത്തശ്ശന് നേരെ നീട്ടി. ഇത് എൻ്റെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുൻപ് എനിക്ക് തന്നതാണ്. ഇത് തറവാട്ടിലെ അറയ്ക്കുള്ളിൽ വെക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞിരുന്നു. ദേവൻ പറഞ്ഞു. മുത്തശ്ശൻ പതുക്കെ ആ പൊതി തുറന്നു നോക്കി. അതിനുള്ളിൽ പഴയൊരു പിച്ചള വിളക്കും കുറച്ച് കവടി രൂപങ്ങളും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് രാഘവൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. അവ ഇത്രയും കാലം അദ്ദേഹം പ്രാണനെപ്പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ നിന്നിരുന്നവരുടെയെല്ലാം കണ്ണുകൾ ഈറനണിഞ്ഞു. മീരയുടെ അമ്മ പതുക്കെ മുന്നോട്ട് വന്നു. മോനെ, അകത്തേക്ക് വാ. ഊണൊക്കെ തയ്യാറാണ്. ഇനി ഊണൊക്കെ കഴിച്ചിട്ടാവാം ബാക്കി വിശേഷം പറച്ചിലൊക്കെ. അമ്മ പറഞ്ഞതും ദേവൻ ഒന്ന് തലയാട്ടി. അകത്തേക്ക് കയറുന്നതിനു മുൻപായി ഒരു വശത്ത് തൂണിൽ ചാരി ഇതെല്ലാം നോക്കി നിന്നിരുന്ന മീരയെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി. അവളുടെ മിഴികളൊന്ന് പിടച്ചുപോയി. അവളുടെ കണ്ണുകളിൽ അഭിമാനമായിരുന്നു.
താൻ പ്രണയിക്കുന്നവൻ ഒരു അപരിചിതനായല്ല, മറിച്ച് ഈ തറവാടിൻ്റെ നഷ്ടപ്പെട്ട അവകാശിയായാണ് ഇന്ന് ഈ പടി കയറിയിരിക്കുന്നത്. ഹരി കോളേജിലും മാളുവും കണ്ണനുമൊക്കെ സ്കൂളിലും പോയതാണ്. ദേവൻ അകത്തെ ഹാളിലേക്ക് കയറി. ഊണ് കഴിക്കാനിരുന്നപ്പോൾ അവൻ എല്ലാവരെയും ഒന്ന് നോക്കി. വല്യച്ഛൻ എവിടെ? അവൻ ചോദിച്ചു. ഞാൻ വിളിച്ചിരുന്നു, ബാലേട്ടന് ഇപ്പോൾ വേണ്ടെന്ന്. മോൻ കഴിക്ക്, വല്യമ്മ പറഞ്ഞു. അവന് മനസ്സിലായിരുന്നു താനുള്ളതുകൊണ്ട് മനഃപൂർവ്വം വരാത്തതാണെന്ന്. അവനെന്തോ ഒരു വെല്ലായ്മ തോന്നി. സാരില്ല, ബാലേട്ടന് ഇപ്പോൾ വേണ്ടാത്തതുകൊണ്ടായിരിക്കും, അച്ഛൻ പറഞ്ഞു. മോൻ കഴിക്ക്, ചെറിയച്ഛനും പറഞ്ഞു. വിഭവങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് അവനെ ആവോളം മൂട്ടി. ഊണ് കഴിഞ്ഞ് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന കാരണവന്മാരുടെ ചിത്രങ്ങൾ ഓരോന്നായി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് മുത്തശ്ശൻ. അവൻ അതെല്ലാം ഒരു കൗതുകത്തോടെ കേട്ടിരിക്കുന്നുണ്ട്. ഇതാ നിന്റെ മുത്തശ്ശൻ്റെ അച്ഛൻ, ഞങ്ങളുടെ അച്ഛൻ. മുത്തശ്ശൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുത്തു. പെട്ടെന്നാണ് അടച്ചിട്ടിരുന്ന മുറി തുറന്ന് വല്യച്ഛൻ പുറത്തേക്ക് വന്നത്. അയാളുടെ നോട്ടം ദേവന് നേരെ വന്നു. ഒരു നിമിഷം ആ ഹാളിൽ കഠിനമായ നിശബ്ദത പടർന്നു. വല്യച്ഛൻ്റെ മുഖം ഗൗരവത്തിലായിരുന്നെങ്കിലും പഴയ ആ ദേഷ്യം അല്പം കുറഞ്ഞതുപോലെ തോന്നി. ആ, നീ വന്നോ? വല്യച്ഛൻ പതുക്കെ ചോദിച്ചു. വല്യച്ഛ, ഞാൻ ആരെയും വെറുപ്പിക്കാനല്ല, ഒന്നും പിടിച്ചു പറിക്കാനുമല്ല. എൻ്റെ മുത്തശ്ശൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടേക്ക് ഒന്നുകൂടി വരണമെന്ന്. മുത്തശ്ശനോ അത് പറ്റിയില്ല. ദേവൻ വിനയത്തോടെ പറഞ്ഞു. വല്യച്ഛനൊന്നും മിണ്ടാതെ അവനെ ഒന്ന് നോക്കി പതുക്കെ വരാന്തയിലേക്ക് നടക്കാനൊരുങ്ങി. ബാലേട്ട, ഊണ് കഴിക്കണ്ടേ? വല്യമ്മ ചോദിച്ചു. ഇവൻ കഴിച്ചോ? ദേ ഇപ്പോൾ കഴിച്ചേ ഉള്ളൂ, വല്യമ്മ പറഞ്ഞതും അയാളൊന്ന് മൂളി. വല്യച്ഛൻ്റെ ഉള്ളിലെ വാശിയുടെ കോട്ടയിൽ വിള്ളലുകൾ വീണു തുടങ്ങിയിരിക്കുന്നു. വൈകിട്ട് അവനെ പറഞ്ഞയക്കാൻ മുത്തശ്ശൻ സമ്മതിച്ചില്ല. ഹരിയും കണ്ണനും ആളുവും ഒക്കെ തിരിച്ചു വന്നപ്പോൾ തൊട്ട് ദേവന്റെ കൂടെയാണ്. അവർക്ക് അവനെ വല്ലാതെ ഇഷ്ടമായിരിക്കുന്നു. രാത്രി ഭക്ഷണത്തിന് എല്ലാവരും ഒരുമിച്ചിരുന്നു. വല്യച്ഛനും ഉണ്ടായിരുന്നു അവർക്കൊപ്പം. തമ്മിൽ പരിചയം പോലുമില്ലാത്തവരുമായി താൻ മാത്രം വെറുതെ പിണങ്ങിയിരിക്കേണ്ടെന്ന് വല്യച്ഛന് തോന്നിക്കാണും. മീര ദേവന് ചോറ് വിളമ്പുമ്പോൾ അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം അവരെ വന്ന് മൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുളിര് വന്ന് ദേഹമാകെ പൊതിയുന്നത് പോലെ. കൂട്ടത്തിൽ ഒരു വലിയ യുദ്ധം ജയിച്ചതിൻ്റെ ആശ്വാസവും ഉണ്ടായിരുന്നു. ഇനി നീ രാഘവൻ്റെ വീട്ടിലൊന്നും നിൽക്കേണ്ട മോനെ. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ അനിയൻ്റെ മോൻ വേറൊരു വീട്ടിലൊന്നും നിൽക്കേണ്ട. എൻ്റെ രാഘവന് അത് സഹിക്കില്ല, മുത്തശ്ശൻ പറഞ്ഞു. ദേവൻ മീരയെയും അവളുടെ അച്ഛനെയും ഒന്ന് നോക്കി. മീരയുടെ കണ്ണുകളിൽ 1000 നക്ഷത്രങ്ങൾ വിരിഞ്ഞതുപോലെ ഒരു തിളക്കം. അച്ഛൻ പറയുന്നത് ശരിയാ ദേവൻ, അച്ഛനും പറഞ്ഞു. മോനുള്ള മുറി ഞങ്ങൾ മുകളിൽ ഒരുക്കിയിട്ടുണ്ട്. മോൻ പോയി ബാഗും സാധനങ്ങളും എടുത്തുകൊണ്ട് വാ. ഹരി നിന്റെ കൂടെ വരും. അമ്മ കൂടി പറഞ്ഞതും ഹരി ആവേശത്തോടെ തലയാട്ടി. വാ ഏട്ടാ, രാത്രിയായില്ലേ, നമുക്ക് ഏട്ടൻ്റെ ബുള്ളറ്റിൽ പോകാം. അവിടുത്തെ പൈസയൊക്കെ കൊടുത്തിട്ട് വേഗം വരാം. ഹരിയുടെ ആവേശം കണ്ട് ദേവനൊന്ന് ചിരിച്ചു. അവൻ്റെ മനസ്സിൽ നിന്നും ഒരു വലിയ ഭാരം കൂടി ഒഴിഞ്ഞു പോയതുപോലെ തോന്നി. ശരി മുത്തശ്ശ, ഞാൻ സാധനങ്ങൾ എടുത്തിട്ട് വരാം, ദേവൻ പറഞ്ഞു. ദേവന്റെ ബുള്ളറ്റിലാണ് അവർ പോയത്. ഹരിയാണ് വണ്ടി ഓടിച്ചത്. ഗ്രാമത്തിലെ ഇരുട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദേവൻ ആകാശത്തേക്ക് നോക്കി. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ മുത്തശ്ശൻ ഇതേ വഴിയിലൂടെ കണ്ണീരോടെ നടന്നു പോയിട്ടുണ്ടാകണം. ഇന്ന് അതേ വഴിയിലൂടെ താൻ ആ തറവാട്ടിലേക്ക് തിരികെ വരുന്നു. തറവാടിൻ്റെ പടിപ്പുര കടന്നതും ഹരി പതുക്കെ സംസാരിച്ചു തുടങ്ങി. ദേവേട്ട, സത്യം പറയട്ടെ, എനിക്ക് ആദ്യമേ ഒരു സംശയമുണ്ടായിരുന്നു, ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് സംശയം ഹരി? ദേവൻ കൗതുകത്തോടെ ചോദിച്ചു. ചേച്ചി വിളിക്കുമ്പോഴൊക്കെ ഒരു ഫോട്ടോഗ്രാഫറെ കുറിച്ച് പറയുമായിരുന്നു. അന്ന് ചേച്ചിയുടെ ശബ്ദത്തിലെ ആ വ്യത്യാസം കേട്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെന്ന്. പക്ഷേ ചേച്ചിക്ക് നിങ്ങളെ ഇത്രയും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹരി പറഞ്ഞതു കേട്ട് ദേവനൊന്ന് ചിരിച്ചു. അതെന്താ ഹരി, എനിക്കപ്പോൾ നിന്റെ ചേച്ചിയെ അത്രയ്ക്ക് ഇഷ്ടമല്ലെന്നാണോ? ദേവൻ ഒരു കുസൃതിയോടെ ചോദിച്ചു. അയ്യോ അങ്ങനെയല്ല ദേവേട്ട, ഹരി പറഞ്ഞു. നിന്റെ ചേച്ചിയെപ്പോലെ ഒരാളെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും ഹരി? അവൾ അത്രയ്ക്കും പാവമാണ്. ദേവൻ പറഞ്ഞതും ഹരി ഒന്ന് തലയാട്ടി. അവൻ്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞിരുന്നു. ചേച്ചിയും ഇത് തന്നെയാ പറയുന്നേ.
ദേവേട്ടൻ അത്രയ്ക്കും പാവമാണെന്ന് ഹരി ഒരു ചിരിയോടെ പറഞ്ഞതും ദേവനും ചിരിച്ചു പോയിരുന്നു. രാഘവേട്ടൻ്റെ വീടിന് മുൻപിൽ എത്തിയപ്പോൾ ഹരി വണ്ടി നിർത്തി. ദേവൻ ഇറങ്ങി ഹരിയുടെ തോളിൽ കൈവച്ചു. നിന്നെപ്പോലൊരു അനിയനുള്ളത് മീരയുടെ ഭാഗ്യമാണ് ഹരി. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായിരുന്നത് നിന്നെയും നിന്റെ അച്ഛനെയുമായിരുന്നു. പക്ഷേ നിങ്ങൾ തന്ന ഈ സ്വീകരണം. ദേവൻ്റെ ശബ്ദം ഇടറി. അത് ദേവേട്ടന് എന്നെ അറിയാത്തതുകൊണ്ടാ. എൻ്റെ ചേച്ചിയുടെ സന്തോഷമാണ് എനിക്ക് വലുത്. എൻ്റെ കാര്യത്തിൽ ചേച്ചിക്ക് ഒരു പേടിയും തോന്നിയിട്ടുണ്ടാകില്ല. എന്തായാലും ഏട്ടൻ പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വാ. ഇനി നമ്മൾ ഒരേ വീട്ടിലല്ലേ, ബാക്കി അവിടുന്ന് സംസാരിക്കാം. ഹരി കണ്ണിറുക്കി ചിരിച്ചു. രാഘവേട്ടൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കേട്ടപ്പോൾ അവർക്ക് സന്തോഷവും അതിശയവും തോന്നി. അവരവനെ ഭക്ഷണം കഴിക്കാനും മറ്റും പിടിച്ചു വെക്കുന്നുണ്ട്. അവർക്ക് അവനെ വല്ലാതെ ഇഷ്ടമായിട്ടുണ്ട്. പൈസയൊന്നും വേണ്ടെന്ന് രാഘവേട്ടൻ ഒത്തിരി പറഞ്ഞെങ്കിലും അവൻ സ്നേഹത്തോടെ അയാളുടെ കയ്യിൽ കുറച്ച് പണം ഏൽപ്പിച്ചു. അത് അയാൾ വിചാരിച്ചതിലും കൂടുതലുണ്ടായിരുന്നു. മുറിയിൽ ചെന്ന് തൻ്റെ ക്യാമറ ബാഗും വസ്ത്രങ്ങളും അടങ്ങിയ ബാഗും എടുത്തു തിരികെ വരുമ്പോൾ ദേവൻ്റെ ഉള്ളിൽ മീരയുടെ മുഖം തെളിഞ്ഞു നിന്നു. പ്രണയത്തിന് ഇത്രയും വലിയൊരു നിയോഗം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പോട്ടേടാ, വിളിക്കണം, മറക്കരുത്. രാഘവേട്ടൻ്റെ മക്കൾ രണ്ടുപേരുടെയും തോളിൽ തട്ടിക്കൊണ്ട് ദേവൻ പറഞ്ഞു. അവരവനെ ഇറുക്കെ പുണർന്നു. ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് അവർ തമ്മിലുണ്ടായ ബന്ധം കണ്ട് ഹരിക്ക് അത്ഭുതം തോന്നി. വെറുതെയല്ല ചേച്ചി ദേവനെ ഇഷ്ടപ്പെട്ടതെന്ന് അവന് തോന്നി. തിരിച്ചിറങ്ങുമ്പോഴും ഹരി തന്നെയാണ് വണ്ടി ഓടിച്ചത്. ദേവൻ അവൻ്റെ പിന്നിൽ കയറിയിരുന്നു. തിരിച്ചുള്ള യാത്രയിലും അവരെന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. മുത്തശ്ശൻ പറഞ്ഞത് പ്രകാരം അവളുടെ അച്ഛൻ തന്നെയാണ് ദേവൻ്റെ അച്ഛൻ ശങ്കറിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ നിന്നുള്ള ആ വിളി കേട്ടപ്പോൾ ശങ്കറിൻ്റെ ശബ്ദം ഇടറി. ദേവൻ പറഞ്ഞ് കാര്യങ്ങളെല്ലാം അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കോൾ വരുമെന്നും അറിയാമായിരുന്നു. ദേവൻ പറയുന്നതെല്ലാം കേട്ടപ്പോൾ അത്ഭുതമായിരുന്നു. കൂട്ടത്തിൽ ദേവൻ അവിടെയാണ് ഉള്ളതെന്ന് കൂടി കേട്ടപ്പോൾ ആ അത്ഭുതം ഒന്നുകൂടെ കൂടിയതേയുള്ളൂ. പിറ്റേന്ന് തന്നെ അവൻ്റെ അച്ഛൻ തൻ്റെ സഹോദരങ്ങളോടൊപ്പം ഗ്രാമത്തിലേക്ക് തിരിച്ചു. തറവാടിൻ്റെ മുറ്റത്ത് 2 കാറുകൾ വന്നു നിന്നു. രാഘവൻ മുത്തശ്ശൻ്റെ മക്കൾ ശങ്കറും പ്രകാശും രവിയും കുടുംബസമേതം കാറിൽ നിന്നിറങ്ങി. തറവാടിൻ്റെ ഉമ്മറത്ത് കാത്തുനിന്ന മുത്തശ്ശന് തൻ്റെ അനിയനെ തന്നെ വീണ്ടും കാണുന്നത് പോലെ തോന്നി. അവനും കൂടി ഉണ്ടാകേണ്ടതാണെന്ന് ഓർത്തപ്പോൾ ആ സഹോദരൻ്റെ നെഞ്ചു പിടഞ്ഞു, കണ്ണു നിറഞ്ഞു. ദേവൻ്റെ അച്ഛൻ നേരെ ചെന്ന് മുത്തശ്ശൻ്റെ കാലിൽ തൊട്ടു. വെല്ലിച്ച എന്ന് വിളിച്ചപ്പോൾ മുത്തശ്ശൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. ആ വലിയ മനുഷ്യൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരയുകയായിരുന്നു. മറന്നുപോയതല്ല മോനെ, എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും അന്വേഷിച്ചു വരാനും ഒന്നും വെല്ലിച്ചന് പറ്റിയില്ല. പക്ഷേ മക്കൾക്ക് ഇങ്ങോട്ട് വരാമായിരുന്നല്ലോ, മുത്തശ്ശൻ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും ബാക്കിയുള്ളവരും വന്ന് മുത്തശ്ശൻ്റെ കാലിൽ തൊട്ടു. മുത്തശ്ശൻ അവരെയും ചേർത്ത് പിടിച്ചു. എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടുകൊണ്ടിരുന്നു. ചെറിയൊരു ചായസൽക്കാരം കഴിഞ്ഞതും തറവാടിൻ്റെ പൂമുഖത്ത് എല്ലാവരും ഒത്തുകൂടി. അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഇവിടുത്തെ അറയ്ക്കുള്ളിലെ ചന്ദനത്തിൻ്റെ മണത്തെക്കുറിച്ച്. ശരിയാണ്, ഇവിടം ഇപ്പോഴും ആ മണമാണ്. പക്ഷേ അത് വീണ്ടും ആസ്വദിക്കാൻ അച്ഛനില്ലാതെയായിപ്പോയി. ദേവൻ്റെ അച്ഛൻ പറഞ്ഞതും എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായിപ്പോയി. കഴിഞ്ഞു പോയതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു ശങ്കരെ. ഈ കഴിഞ്ഞ വർഷം അത്രയും നമ്മൾ പരസ്പരം അറിയാതെയിരുന്നത് വലിയൊരു നഷ്ടമായിപ്പോയി. പറയുമ്പോൾ വല്യച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു. എല്ലാവർക്കും അത്ഭുതം തോന്നി. വല്യച്ഛനിൽ നിന്നും അങ്ങനെയൊന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ വല്യച്ഛൻ വേറൊരു ലോകത്തെത്തിയതുപോലെയാണ്. മുത്തശ്ശൻ്റെ മനസ്സ് നിറഞ്ഞു. മുത്തശ്ശൻ ഒന്നുകൂടി ചാരുകസേരയിലേക്ക് ചാഞ്ഞിരുന്നു. ശങ്കർ വല്യച്ഛൻ്റെ കയ്യിൽ പിടിച്ചു. അതൊന്നും സാരമില്ല ഏട്ടാ. ദേവനും മീരയും കാരണമാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഇവിടെ ഒത്തുകൂടിയത്. അത് മതി ഞങ്ങൾക്ക്. ദേവൻ്റെ അമ്മയും ചെറിയമ്മമാരും മീരയെ ചേർത്തു പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. മീരയുടെ മനസ്സിൽ വലിയൊരു ആശ്വാസമായിരുന്നു. തങ്ങളുടെ പ്രണയം 2 കുടുംബങ്ങളെ മാത്രമല്ല 2 തലമുറകളെ തന്നെയാണ് കൂട്ടിയിണക്കിയിരിക്കുന്നത്. ഈ ബഹളങ്ങൾക്കിടയിൽ മീരയും ദേവനും വരാന്തയുടെ അറ്റത്ത് മാറി നിൽക്കുകയായിരുന്നു.
കണ്ടോ അച്ചു, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വേരുകൾക്ക് വലിയ ശക്തിയുണ്ടെന്ന്. ഇനി നമ്മുടെ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, അതിൻ്റെ ബലം ഒന്നുകൂടി കൂട്ടണം. ദേവൻ അവളുടെ കാതോരം പതിയെ പറഞ്ഞു. അവൻ്റെ താടിരോമങ്ങൾ അവളെ ഇക്കിളിയാക്കി. അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞത് മനസ്സിലാകാത്തതുപോലെ അവനെ ഒന്ന് നോക്കി. എൻ്റെ കുഞ്ഞൂസേ, നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമല്ലോ. അപ്പോൾ ഈ ബന്ധം ഒന്നുകൂടി സ്ട്രോങ് ആകുമല്ലോ. അതിനുള്ള പണികൾ വേഗം നോക്കണം. ഒന്ന് കല്യാണം കഴിഞ്ഞോട്ടെ. അവനൊരു കളിയോടെ പറഞ്ഞതും അവളുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു. ഈ ദേവേട്ടൻ! അവൾ അവൻ്റെ കയ്യിലൊന്ന് പതിയെ തല്ലി. എന്താടി, നിനക്ക് വേണ്ടേ? അവൻ ചോദിച്ചതും നാണം കൊണ്ട് ചുവന്ന മുഖം അവനിൽ നിന്നും മറച്ചു പിടിക്കാനായി അവൾ വേഗം ഉമ്മറത്തേക്ക് നടന്നു. അവളുടെ പിന്നാലെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവനും. ഉമ്മറത്ത് എല്ലാവരും ഇരിക്കുന്നുണ്ട്. ദേവന്റെ ചെറിയച്ചന്മാർക്ക് ഒരു പെണ്ണും ഒരു ആണും വീതമാണ്. അവരും ദേവന്റെ അനിയൻ യദുവും മാളുവിൻ്റെയും കണ്ണൻ്റെയും കൂടെ കൂടി. ഹരി ഉമ്മറത്ത് അവർ കളിക്കുന്നതും നോക്കി ഇരിപ്പുണ്ട്. അവരങ്ങോട്ട് വന്നതും വല്യച്ഛൻ അവരെ ഒന്ന് നോക്കി. എന്നാൽ പിന്നെ ഇവരെ കാര്യം ഇനി അങ്ങോട്ട് നീട്ടേണ്ട അല്ലേ? വേറൊന്നും ആലോചിക്കാനില്ലല്ലോ. വേഗം തന്നെ നമുക്കിതങ്ങ് നടത്തിയാലോ? വല്യച്ഛനാണ് അത് ചോദിച്ചത്. വീണ്ടും വല്യച്ഛൻ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു. എന്താ അച്ചു, അങ്ങനെ പോരെ? വല്യച്ഛൻ അവളോട് ചോദിച്ചു. അത് അവളുടെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. അവൾ വല്യച്ഛനെ ഒന്ന് നോക്കി പതിയെ തലയാട്ടി. എന്താ ശിവ, അങ്ങനെയാക്കാമല്ലേ? വല്യച്ഛൻ അവളുടെ അച്ഛനോടും ചോദിച്ചു. അയാൾക്ക് 100 വട്ടം സമ്മതമാണ്. അയാൾ ചിരിച്ചുകൊണ്ട് തന്നെ തലയാട്ടി. അവളുടെ അമ്മയ്ക്കും സമാധാനം തോന്നി. ദേവൻ അവൻ്റെ അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നതും എന്തിനാണ് അവൻ വന്നതെന്ന് മനസ്സിലായതുപോലെ അമ്മ കാലുകൾ നീട്ടിവെച്ചു. അവൻ അമ്മയുടെ മടിയിൽ തലവെച്ചു കിടന്നു. അമ്മയുടെ കൈകൾ എന്നത്തെയും പോലെ അവൻ്റെ മുടിയിലൂടെ ഒഴുകി നടക്കുന്നുണ്ട്. അതുകണ്ട് കളിച്ചുകൊണ്ടിരുന്നത് മതിയാക്കി ദേവന്റെ അനിയൻ യദു കൂടി അവർക്കരികിലേക്ക് ചെന്നു. യദുവിന് 10 വയസ്സായിട്ടേയുള്ളൂ. അവൻ അരികിൽ ചെന്നതും ദേവൻ അവനെ തൻ്റെ അരികിലേക്ക് ചേർത്തു കിടത്തി പൊതിഞ്ഞു പിടിച്ചു. ആ ഏട്ടൻ്റെ സ്നേഹച്ചൂടിൽ അവൻ്റെ കുഞ്ഞനിയൻ പതിഞ്ഞു കിടന്നു. ദേവന്റെ വീട്ടുകാർക്ക് ഇതിൽ വലിയ അതിശയമൊന്നും തോന്നിയില്ല. എന്നാൽ മീരയുടെ വീട്ടുകാർക്ക് വല്ലാത്തൊരു കൗതുകം തോന്നി. ആ അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ അവരൊന്നല്ലെന്ന് ആരും പറയില്ല. രക്തബന്ധത്തേക്കാൾ മുകളിൽ ആത്മബന്ധം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. എന്നാൽ പിന്നെ ഇനി നമുക്ക് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം അല്ലേ? മുത്തശ്ശൻ ചോദിച്ചു. വല്യച്ഛൻ പറയുന്നത് പോലെ അച്ഛൻ മരിക്കുമ്പോൾ ഒടുവിലായി ആഗ്രഹിച്ചതും ഈ തറവാടുമായി വീണ്ടും ഒന്നിക്കാനായിരുന്നു. മക്കളിലൂടെ അത് സാധിക്കുമ്പോൾ ഇതിലും വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് വേറെയില്ല. ദേവന്റെ അച്ഛൻ പറഞ്ഞു. പിന്നീട് ജ്യോത്സ്യരെ വരുത്തി മുഹൂർത്തം നോക്കി. അടുത്ത മാസം ചിങ്ങം 1 തറവാട്ടിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താൻ തീരുമാനിച്ചു. ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും വേണ്ട. ഒരു ഉത്സവം പോലെ തന്നെയായിക്കോട്ടെ. സദ്യ കേമമായിരിക്കണം. ആർക്കും ഒരു കുറ്റവും പറയാനുണ്ടാകരുത്. ഈ നാട് മൊത്തം കല്യാണം വിളിച്ചേക്കണം, മുത്തശ്ശൻ പറഞ്ഞു. അന്ന് രാത്രി ഒത്തിരി നേരം കഴിഞ്ഞാണ് എല്ലാവരും കിടക്കാൻ ചെന്നത്. അതുവരെയും കഥകളും ചിരികളും വിശേഷം പറച്ചിലുമൊക്കെയായിരുന്നു. മുറികളെല്ലാം ഇഷ്ടം പോലെയുണ്ട്. ഇവർ വരുന്നത് അറിയുന്നതുകൊണ്ട് തന്നെ മുറികളെല്ലാം ആദ്യമേ വൃത്തിയാക്കിയിട്ടിരുന്നു. 2 കുടുംബം ഒത്തുചേർന്ന ശേഷമുള്ള ആദ്യത്തെ കല്യാണമായതിൻ്റെ ആവേശം എല്ലാവരിലും ഉണ്ടായിരുന്നു. ഉമ്മറത്തെ വരാന്തയിൽ നിന്ന് ദൂരെ പാടവരമ്പത്ത് നിലാവ് പടരുന്നത് നോക്കി നിൽക്കുമ്പോൾ തങ്ങളുടെ പ്രണയം ഒരു മനോഹരമായ കുടുംബകഥയായി മാറുന്നത് അവർക്ക് വിശ്വസിക്കാനായില്ല. ചിങ്ങം 1. ഇനി അധികം ദിവസങ്ങളില്ല അച്ചു. ദേവൻ അവളുടെ കാതിൽ പതിയെ മന്ത്രിച്ചു. മീര അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ദേവേട്ട. അവൾ പതിയെ പറഞ്ഞതും അവൻ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചിരുന്നു. ഇപ്പോൾ വിശ്വാസായോ? അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചതും അവൾ ആരെങ്കിലും കണ്ടോ എന്ന് നോക്കുന്ന തിരക്കിലായിരുന്നു. ചിങ്ങം 1. പുലർച്ചെ തന്നെ തറവാട് ഉണർന്നു. ഭംഗിയായി അലങ്കരിച്ച വലിയ പന്തലിൽ നാദസ്വരത്തിൻ്റെ ഇമ്പമുള്ള സംഗീതം ഒഴുകി നടന്നു. ഇതുപോലെയൊരു കല്യാണം ഈ അടുത്ത കാലത്തൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലെല്ലാവർക്കും ഇന്ന് ആഘോഷമാണ്. രാഘവേട്ടനെയും കുടുംബത്തെയും ദേവനും മീരയും പ്രത്യേകം ചെന്ന് വിളിച്ചിരുന്നു. അകത്തെ മുറിയിൽ മീരയെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു.
സ്വർണ്ണക്കസവുള്ള ചുവപ്പ് പട്ടുസാരിയും ആഭരണങ്ങളും അണിഞ്ഞ മീര ഒരു ദേവതയെപ്പോലെ തിളങ്ങി നിന്നു. മുല്ലപ്പൂ ചൂടിയ അവളുടെ മുടിയിൽ നിന്നും ഒരു ഗ്രാമീണ സുഗന്ധം പടർന്നു. അവൾ കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിച്ചു. ദേവേട്ടൻ ഒരുങ്ങിക്കാണുമോ? ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. അവനെ ഒന്ന് കാണാനായി അവളുടെ ഉള്ളം തുടിച്ചു. അവളുടെ കണ്ണുകളിൽ പ്രണയവും സന്തോഷവും ഒരുപോലെ നിറഞ്ഞു നിന്നു. മുഹൂർത്തം അടുത്തിരിക്കുന്നു. തറവാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ചാണ് താലികെട്ട്. മുത്തശ്ശൻ മാധവൻ നായർ വെളുത്ത കസവുമുണ്ടും ചന്ദനക്കളർ ഷർട്ടും മേൽമുണ്ടും ധരിച്ച് ഉമ്മറത്ത് വന്നിരുന്നു. മുത്തശ്ശനെ കണ്ടാൽ ആരെങ്കിലും ചെക്കനെ ചോദിച്ചു വരുമോ എന്ന് ചോദിച്ച് എല്ലാവരും കളിയാക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രകാശം അത്രയും തിളക്കമുള്ളതായിരുന്നു. എല്ലാവരുടെയും അനുഗ്രഹം ഒരുപോലെ വാങ്ങിയ ശേഷം അവർ അമ്പലത്തിലേക്കിറങ്ങി. ചെക്കനും പെണ്ണും തമ്മിൽ ഇതുവരെയും കണ്ടിട്ടില്ല. അമ്പലത്തിൽ വെച്ചാണ് കാണാൻ പോകുന്നത്. ദേവൻ ചന്ദനക്കളർ ഷർട്ടും മുണ്ടും ധരിച്ച് അതീവ സുന്ദരനായിരുന്നു. എല്ലാവരുടെയും അകമ്പടിയോടെ പതുക്കെ ക്ഷേത്രമുറ്റത്തേക്ക് നടന്നു വരുന്ന മീരയിൽ ദേവന്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു. അത്രമേൽ സുന്ദരിയായിരുന്നു അവൾ. കല്യാണവേഷത്തിൽ അവളെ ഇങ്ങനെ കാണുമ്പോൾ ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നു. ജ്യോത്സ്യൻ നിർദ്ദേശിച്ച ശുഭമുഹൂർത്തത്തിൽ ദേവൻ മീരയുടെ കഴുത്തിൽ താലി ചാർത്തി. അവരുടെ കണ്ണുകൾ തമ്മിൽ ഒന്നിടഞ്ഞതും അവനൊന്ന് അവളെ നോക്കി മനോഹരമായി കണ്ണു ചിമ്മി. അവളുടെ ചുണ്ടിലൊരു മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. എല്ലാവരുടെയും കണ്ണുകൾ ആനന്ദാശ്രുക്കളാൽ നിറഞ്ഞു. അവൻ അവളുടെ നെറുകിൽ സിന്ദൂരം ചാർത്തി. അവർ പരസ്പരം മാലകൾ കൈമാറി. അങ്ങനെ ദൈവത്തെ സാക്ഷി നിർത്തി അവൾ അവന് സ്വന്തമായിരിക്കുന്നു. വിവാഹശേഷം അവർ മുത്തശ്ശൻ്റെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങി. മുത്തശ്ശൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. ഇനി എനിക്ക് സമാധാനമായി കണ്ണടയ്ക്കാം മക്കളെ. എൻ്റെ അനിയൻ രാഘവനോട് എനിക്ക് പറയാൻ ഒരു മറുപടിയായി. മുത്തശ്ശന് സന്തോഷായി, ഒത്തിരി സന്തോഷം. വാശികളും വേർപിരിയലുകളും ഒടുവിൽ സ്നേഹത്തിന് വഴിമാറി. അടുത്ത ആഴ്ച ടൗണിലെ വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് റിസപ്ഷൻ വെക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കല്യാണപ്പന്തലിലെ ആരവങ്ങളും ബന്ധുക്കളുടെ തിരക്കും തമാശകളും ഒടുവിൽ ശാന്തമായിരിക്കുന്നു. മുറിയിൽ പെയ്തു നിറഞ്ഞ മുല്ലപ്പൂക്കളുടെ ഗന്ധം അവിടം ഒരു വല്ലാത്ത ലഹരി നൽകി. അവൾ ജനലിനോരം നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പുറത്ത് നല്ല രീതിയിൽ തന്നെ നിലാവ് പെയ്യുന്നുണ്ട്. ആ നിലാവിൽ അവൾ ഒന്നുകൂടി സുന്ദരിയായതുപോലെ. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവളൊന്ന് വിറച്ചുപോയി. എന്തോ ഇന്ന് അവനെ കാണുമ്പോഴൊക്കെയും എന്നുമില്ലാത്തതുപോലെ ഒരു വെപ്രാളം. അകത്തേക്ക് കയറിയ അവൻ വാതിലടച്ച് അവളുടെ അടുത്തേക്ക് വന്നു. അവൻ അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിൽ താടികുത്തി നിന്നപ്പോൾ അവളുടെ പരവേശം ഒന്നുകൂടെ കൂടി. മുഖം നാണത്താൽ ചുവന്നു തുടുത്തു. നമ്മൾ ഒരുപാട് കാത്തിരുന്ന ദിവസം അല്ലേ? അവൻ അവളുടെ കാതിൽ പതിയെ മന്ത്രിച്ചതും എപ്പോഴത്തെയും പോലെ അവൻ്റെ താടിരോമങ്ങൾ അവളെ ഇക്കിളിയാക്കി. അവളൊന്ന് പതിയെ മൂളിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇത്രയും കാലത്തെ പ്രണയവും കാത്തിരിപ്പും ആ ആലിംഗനത്തിൽ അലിഞ്ഞില്ലാതാകുന്നത് പോലെ അവർക്ക് തോന്നി. അവൻ ഒന്നുകൂടെ അവളെ ചുറ്റിപ്പിടിച്ചതും നാണത്തോടെ അവൾ ഒരു തൂവൽ പോലെ അവൻ്റെ മേലേക്ക് ചാഞ്ഞിരുന്നു. ഇനി വരാനിരിക്കുന്ന നിമിഷങ്ങൾ അവരുടേതാണ്. ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും പുതിയൊരു ജീവിതത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവർ കണ്ണു ചിമ്മുകയായിരുന്നു. പുറത്ത് കാറ്റ് മരച്ചില്ലകളെ തഴുകി കടന്നുപോയി. ആ മുറിയിലെ വെളിച്ചം പതിയെ അണയുമ്പോൾ അവിടെ മറ്റൊരു സുന്ദരമായ കഥയുടെ തുടക്കം കുറിക്കുകയായിരുന്നു.